മോളിപ്പോ പോയി. എന്റെ മോള് കയ്യിൽ പോണത് എന്റെ മോള് ഞാൻ അറിയില്ല. എന്റെ മോള് വരുന്നത് എങ്ങനെ വരുന്നത് എനിക്കറിയില്ല. ആരെയൊക്കെ അവസാനം പറഞ്ഞുണ്ടോ പോണുണ്ടോ ചെയ്യുന്നുണ്ടോ ഒന്നും ഉമ്മാരറിയില്ല. ഉമ്മാരെ അടുക്കളയിൽ പണി അറിയുള്ളൂ. കാരണം നമ്മളെല്ലാരും മക്കളും ഇന്റതും നിങ്ങളെ പോലെ ഉമ്മാരും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഉമ്മാരെ മനസ്സെങ്ങനെ അറിയോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾ തരുന്നത് നല്ല തിരക്ക് വരുന്നു. എന്റെ മോളെ ഫോണെടുത്താൽ വിളിച്ചാൽ എത്ര എന്നെ കാണാതെ വിളിച്ചാൽ ആൾക്കാർ വിളിക്കുന്നു. ഇത് പേടിയാണ്. കാരണം നമ്മൾ ഓരോന്നും അനുഭവം കേൾക്കുന്നത് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ ആരെങ്കിലും പെടാതെ നിൽക്കട്ടെ. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എന്റെ മക്കളെ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും അതിപ്പോ ആരും ചതിയെ പെട്ടിക്കാണ്ട് തള്ളാരും വന്നാടി കണ്ണീര് കുടിച്ചിട്ട് ഒരാ മക്കളും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എനിക്കൂടെ 3 മക്കള് വലിയോക്ക് 4 കുട്ടികളുടെ വലിയ മോള് ഡിഗ്രിക്ക് ഇവിടെ പഠിക്കാണ്. എന്റെ മോള് +2 കഴിഞ്ഞ് 2 കൊല്ലം പിന്നെ ഡിഗ്രി പഠിക്കാതെ അത് പഠിച്ചിക്കാണ്ട് പിന്നെ കഴിഞ്ഞിപ്പോ ട്രെയിനിങ്ങിൽ കഴിഞ്ഞിപ്പോ വീട്ടിൽ ഇരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എംആർഐ എക്സ്റേ സ്കാനിങ്ങിന്റെ അത് കഴിഞ്ഞിപ്പോ അൽമാസം ഒരു ദിവസം അൽമാസം പോകുമ്പോ വൈകുന്നേരം വരുമ്പോ എനിക്ക് പേടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് എനിക്ക് പേടിയാ. എന്റെ വെല്ലി ഇരിക്കല ഫുഡിനെ കേൾക്കണ്ട. നമ്മള് നേരം വെളുത്ത് ഞാൻ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. ഉമ്മേനെ ഞാൻ വെസ്റ്റീജ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പോകാപ്പോ ഞങ്ങളെ വയസ്സായ അമ്മാനെ കൊണ്ടുവന്നപ്പോ ഇപ്പൊ ഉമ്മ അക്കാവില് ബെഡ്ഷീറ്റിൽ അപ്പിട്ട് മൂക്കഴിച്ച് നമുക്ക് കഴിച്ചിട്ട് തട്ടാൻ പറ്റില്ലല്ലോ. ആ അന്നേരം നമ്മൾ നോക്കണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് ഓരോട് 10 ഉണ്ടാവും. ആ മുറിക്കാൻ പോവാണ്. അപ്പൊ നീ അപ്പത്തിന് മൂക്കഴിക്കാണ്ട് അപ്പത്തിന് ഉണ്ടാവില്ല. അതാ പ്രായാണ്. നമ്മക്കത് വരാൻ പോകും. നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മളെ ആര് നോക്കൂ? ഈ മരക്കളും മക്കളൊക്കെ അല്ലേ നോക്കാനുള്ളത്. കളിച്ചവനെ അതിലൊന്നും ചെലുത്താതെ എല്ലാരും മാറി. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഉമ്മാരും ഉപ്പാരും കാക്കാരും താത്താരും ഒക്കെ. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥന.